അല്ല, ഞാൻ പിന്തുണയില്ലല്ലോ. നമ്മൾ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയോട് ആവണം. ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ ഉടക്കാൻ അൻവർ, UDFനെ സമ്മർദ്ദത്തിലാക്കാൻ മത്സരിക്കുമെന്ന ഭീഷണിയും. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് സണ്ണി ജോസഫ്. കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടായാൽ മുതലെടുക്കാൻ LDF. സംസ്ഥാനത്ത് കനത്ത മഴ, നാശനഷ്ടം കൂടുതൽ വടക്കൻ കേരളത്തിൽ. ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കോഴിക്കോട് വടകരയിൽ ട്രാക്കിൽ മരം വീണു, ട്രെയിനുകൾ വൈകിയോടുന്നു. അടുത്ത 3 മണിക്കൂർ ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPMനെയും 3 മുൻ ജില്ലാ സെക്രട്ടറിമാരെയും പ്രതി ചേർത്ത് EDയുടെ കുറ്റപത്രം. പ്രതിപട്ടികയിൽ K രാധാകൃഷ്ണൻ, MM വർഗീസ്, AC മൊയ്തീൻ എന്നിവർ അടക്കം 83 പേർ. 180 കോടി തട്ടിപ്പിലൂടെ സമ്പാദിച്ചെന്നും ED. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്ത് കീഴടങ്ങി. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന്. സ്നേഹത്തിന്റെ പേരിൽ പ്രതി ചൂഷണം ചെയ്തെന്ന് ഹൈക്കോടതി. മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ കരയ്ക്കടിയുന്നതിനെ തുടർന്ന് അതീവ ജാഗ്രത. 23 കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തടിഞ്ഞു. നീണ്ടകരയിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്ക്. കടലിലെ വെള്ളം പരിശോധിക്കും. വയനാട് തിരുനെല്ലിയിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. കൂടെ താമസിച്ചിരുന്ന ദിലീഷിനെ പിടികൂടിയത് ഇന്ന് പുലർച്ചെ. പ്രതി തട്ടിക്കൊണ്ടുപോയ കുട്ടിയെയും കണ്ടെത്തി. $82,000 കോടിയുടെ പദ്ധതികൾക്ക് തുടക്കമിടാൻ പ്രധാനമന്ത്രി ഗുജറാത്തിൽ. വഡോദരയിൽ മോദിയുടെ റോഡ് ഷോ. സോമനാഥ് അഹമ്മദാബാദ് വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കവിതയിലും പിണറായിക്കെതിരെ പരിഹാസം നിറച്ച് G സുധാകരൻ. VSനെ പുകഴ്ത്തിയുള്ള കവിതയിൽ കഠാരയോ കത്തിയോ വെടിയുണ്ടയോ ഇല്ലാതെ നടന്നു നീങ്ങിയ ആളെന്ന് വിശേഷണം. മുഖ്യമന്ത്രിയായി വീണ്ടും വരാത്തത് യൂദാസുമാരുടെ പത്മവ്യൂഹത്താലെന്നും സുധാകരൻ.